എക്സലൻറ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വിദ്യാഭ്യാസത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. കുട്ടികൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എസ്സേ എഴുതുന്നതിനും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഉപകാരപ്രദമായ രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രിൻ്റ് ആവശ്യമുള്ളവർ എക്സലൻ്റ് അക്കാദമിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതാണ്. ഇത്തരം തുടർ വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇത് കുട്ടികളിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയുന്നവർക്കിലേക്ക് ഒരു സബ്ജക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുക മാത്രമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ഇൻ്റർനെറ്റിലും മറ്റും തിരക്കി അതിൻ്റെ കൂടുതൽ അറിവുകൾ പകർന്ന് എടുക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 21-ാം നൂറ്റാണ്ടിൻ്റെ വിപ്ലവാത്മക സാങ്കേതിക വിദ്യകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. മനുഷ്യബുദ്ധിയെ അനുകരിച്ച് സ്വയം തീരുമാനമെടുക്കാനും പഠിക്കാനും കൃത്യമായി പ്രവർത്തിക്കാനും കഴിയുന്ന യന്ത്രനിർമ്മിത ബുദ്ധിയാണത്. ആരോഗ്യം, വ്യവസായം, ഗതാഗതം തുടങ്ങിയ മേഖലകളെപ്പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാഭ്യാസ രംഗവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യബുദ്ധിയെ അനുകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സാങ്കേതിക വിദ്യ പഠന രീതികളിലും അധ്യാപന രീതികളിലും പരീക്ഷാ രീതികളിലും വൻ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പഠന ശൈലി മനസ്സിലാക്കി അതനുസരിച്ച് പാഠങ്ങൾ രൂപപ്പെടുത്താൻ AI ടുഡേ ഏറെ സഹായകരമാണ്. ഓരോ കുട്ടിയുടെയും കഴിവും തിരിച്ചറിവും വിലയിരുത്തി അതനുസരിച്ചാണ് AI സംവിധാനം പഠനക്കുറിപ്പുകൾ തയ്യാറാക്കുന്നത്. ഇതുവഴി വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. ഇതിനെ വ്യക്തിഗത പഠനം അഥവാ പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്നാണ് വിളിക്കുന്നത്. AIയുടെ സഹായം അധ്യാപകർക്ക് വലിയ നേട്ടമാണ്. പാഠങ്ങൾ തയ്യാറാക്കുന്നത് മുതൽ അവയുടെ മൂല്യനിർണ്ണയം വരെയുള്ള ഘട്ടങ്ങളിൽ AI അധ്യാപകരെ സഹായിക്കുന്നു. ഓൺലൈൻ പരീക്ഷകൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യുന്നതിലൂടെ അധ്യാപകർക്ക് കൂടുതൽ സമയവും ലഭിക്കുന്നു. അവരുടെ ജോലിഭാരം കുറയുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രകടനം, കഴിവ്, വളർച്ചാ സാധ്യത തുടങ്ങിയവയിൽ ശാസ്ത്രീയമായ ഒരു അവലോകനം നടത്തുവാനും ഇത് ഉപകരിക്കുന്നുണ്ട്. ലോകത്തെവിടെയിരുന്നും പഠനം തുടരാൻ AI അടിസ്ഥാനമാക്കിയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുകയും സംശയ നിവാരണം, വിജ്ഞാന ശേഖരണം തുടങ്ങിയ കാര്യങ്ങളിൽ വിദ്യാർത്ഥികളെ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിൽ മുന്നിൽ നിൽക്കുന്നതാണ് AI സാങ്കേതിക വിദ്യകൾ. അതായത് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ടു സ്പീച്ച്, സ്പീച്ച് ടു ടെക്സ്റ്റ് പോലുള്ള സാങ്കേതിക സഹായങ്ങൾ പഠനത്തിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ പുത്തൻ സാങ്കേതിക വിദ്യ വഴിയൊരുക്കുന്നുണ്ട്. ഭാഷാധിഷ്ഠിത പഠനങ്ങൾ, പരിഭാഷകൾ, പദസമ്പത്ത് വർദ്ധിപ്പിക്കൽ, ചിന്താശേഷി എന്നിവ മെച്ചപ്പെടുത്തുവാൻ AI ഉപകരിക്കുന്നു. ChatGPT പോലുള്ള സംവിധാനങ്ങൾ ഈ രംഗത്ത് വളരെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതും വലിയ രീതിയിൽ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ രംഗത്തുള്ളവർക്കും സഹായകരവുമാണ്. എങ്കിലും AI ഉപയോഗത്തിൽ ചില ജാഗ്രതകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ്. വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളിലും AIയുടെ സഹായം തേടിയാൽ
ഭാവിയിൽ സ്വതന്ത്ര ചിന്താശേഷിയും സ്വന്തമായി ഒരു നോട്ട്സ് തയ്യാറാക്കാനുള്ള ശേഷിയും കുട്ടികൾക്ക് കുറയാം. പഠനത്തെ കൂടുതൽ ഉത്തേജകവും ഫലപ്രദവുമാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയുമെങ്കിലും അത് അധ്യാപകർക്ക് പകരമാകുവാൻ കഴിയുകയില്ല. അതുമാത്രമല്ല, ഏതൊരു വിഷയമാണോ സെർച്ച് ചെയ്യുന്നത് അതിൽ അറിവില്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെട്ടേക്കാം. കാരണം പലപ്പോഴും തെറ്റായ വിവരങ്ങളായിരിക്കും ലഭിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഒരു വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ സമയത്തെ ലാഭിക്കുക മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ആ വിഷയത്തിൽ കൂടുതൽ അറിവുണ്ടെങ്കിൽ തെറ്റായ വിവരങ്ങൾ ലഭിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ PSC പരീക്ഷ പോലുള്ള മത്സര പരീക്ഷകളിൽ അത് നിങ്ങളെ കാര്യമായി ബാധിക്കും. അറിവുകൾ നേടുക എന്നതിലുപരി ആധുനിക സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മുൻനിരയിൽ നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ വിദ്യാഭ്യാസ രംഗം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അത്ഭുത സാങ്കേതിക വിദ്യയെ അനുകൂലമായി ഉപയോഗിച്ച് ബുദ്ധിശക്തിയും വിജ്ഞാനശേഷിയും വികസിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. വിദ്യാർത്ഥികൾ ഓരോരുത്തരുടെയും കഴിവ്, വേഗത, മനസ്സിലാക്കൽ ശേഷി എന്നിവ വ്യത്യസ്തമാണ്. AI അവരവരുടെ പഠനശൈലി മനസ്സിലാക്കി അതനുസരിച്ചാണ് പാഠങ്ങൾ നൽകുന്നത്. AI അടിസ്ഥാനമാക്കിയ ചാറ്റ് ബോട്ടുകൾ, വിജ്ഞാന സ്രോതസ്സുകൾ, ക്വിസ് ആപ്പുകൾ എന്നിവ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് മനസ്സിലാകാത്ത വിഷയങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഏത് സമയത്തും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കുന്നു. സംശയ നിവാരണം നടത്താനും സഹായിക്കുന്നു. സ്കൂളിലോ ട്യൂഷനിലോ ഒരു ചോദ്യം വന്നാൽ അതിന് മറുപടി കിട്ടാത്ത അവസ്ഥ ഇല്ലാതാക്കുന്നു. ഇത് പ്രത്യേകിച്ച് ഓൺലൈൻ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ആശ്വാസകരമാണ്. AI ഉപയോഗിച്ച് പഠനക്കുറിപ്പുകൾ, സമ്മറികൾ, ചോദ്യോത്തരങ്ങൾ, മാർഗരേഖകൾ തുടങ്ങിയ ഇഷ്ടാനുസരണം തയ്യാറാക്കുവാൻ കഴിയുന്നതിലൂടെ പഠനം കൂടുതൽ സുതാര്യമാക്കുന്നതിനും സഹായിക്കുന്നു. എല്ലാ പ്രാദേശിക ഭാഷകളിലേക്കും പാഠങ്ങൾ വിവർത്തനം ചെയ്യാൻ AI ഉപകരിക്കുന്നത് വഴി ഭാഷയാണ് പ്രധാന തടസ്സമെന്ന പ്രശ്നം ഉദിക്കുന്നില്ല. AI വഴി ഓൺലൈൻ മോക്ക് പരീക്ഷകൾ എഴുതാനും അവയുടെ മൂല്യനിർണ്ണയം കൃത്യമായി ചെയ്യാനും കഴിയും. കൂടാതെ പെർഫോമൻസ് അനലൈസിസ് വഴി തങ്ങളുടെ പോരായ്മകൾ മനസ്സിലാക്കുവാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യാർത്ഥികളുടെ പഠനം കൂടുതൽ സൗകര്യപ്രദവും ആകർഷകവുമാക്കുന്നു. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ AI ഉപയോഗത്തെ നല്ലവണ്ണം അറിയുകയും ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.